ഹലോ ഗായ്സ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എപ്പോഴും ഇൻട്രോ എടുത്താണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ ഈ വീഡിയോയില് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതെന്റെ ഒരു ചെറിയ മെമ്മറിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അതേപോലെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷനപ്പ് ആയി. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങള് UAE തിരിച്ചു പോവാണ് കേട്ടോ. ഒരു 36 ഡേയ്സ് നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലെ അടിപൊളി വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന ദിവസം പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. പാക്കിംഗ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു 60 kg ബാഗേജ് തന്നെ കൊണ്ടുവരാന്നുള്ളതുകൊണ്ട് കുറെ ഫുഡ് ഐറ്റംസും അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന്റി ഞങ്ങൾക്ക് നല്ല അരിക്കടുക്ക ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത്. കടുക്ക കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസം അന്വേഷിച്ച് നടന്നു. അവസാന ദിവസമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രിയൊക്കെ അതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ എല്ലാരും. എന്റെ വീട്ടിൽ നിന്നും എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങള് ഇവിടുന്ന് നേരിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ 2 ദിവസം മുമ്പേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മ വന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ആന്റീന്റെ അടുത്ത് ചോദിക്കായിരുന്നു. ഞാനും കഴിക്കാന്നല്ലാതെ ഇതുവരെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ മാവില് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അത് പിന്നെ നമ്മുടെ മസാലയിലൊക്കെ മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരുപാട് ഓയിൽ ഇല്ലാതെ. അങ്ങനെ ആന്റി അമ്മയ്ക്ക് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അമ്മയും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കാണുന്നത്. കഴിച്ചിട്ടുണ്ടാവും കേട്ടോ, മുമ്പ് കഴിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കണ്ണൂരെത്തിയ ശേഷമാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ കിച്ചണിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങള് നേരെ തിരികെ വീട്ടിലേക്ക് പോയി. ഇത് ആന്റിയുടെ വീടാണേ. ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി, അർജുന്റെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ് കേട്ടോ. ഇവിടെ ആന്റിയുടെ വീടും മാമന്മാരുടെ വീടൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത്. എല്ലാം ഓരോ പറമ്പിന്റെ അകലത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ലഞ്ച് ഇവിടെയായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് അവിടെയായിരിക്കും, ഡിന്നർ അടുത്ത വീട്ടിലായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസമാണ് എല്ലാവരും ഉള്ളതുകൊണ്ട്. ചില ദിവസങ്ങളിൽ ഒരുമിച്ച് കുക്ക് ചെയ്യും, ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആന്റി കുക്ക് ചെയ്ത് വരും, ലഞ്ച് ഞങ്ങളെ വീട്ടിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. രസമാണ് അവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട്. ഞങ്ങള് മുമ്പ് കാലിക്കറ്റ് ആയിരുന്നു. അച്ഛനമ്മയും തന്നെ ആയതുകൊണ്ട്, ഞങ്ങളെല്ലാരും പുറത്തൊക്കെ ആയതുകൊണ്ടും അവര് പിന്നെ കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ നേരെ തിരികെ വീട്ടിലെത്തിയപ്പോഴത്തേനും ആന്റി അരിക്കടിക്കൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചെണ്ണം വീട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഒറ്റയിരിപ്പിന് ഒരുപാടെണ്ണം കഴിച്ചു. അത്രയും ടേസ്റ്റാണ്. പിന്നെ കുറെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ, ചേന, നാരങ്ങ, അങ്ങനെ കുറെ അച്ചാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അച്ചാറിന്റെ ഭയങ്കര ഫാനാണ്. ഞങ്ങളല്ല, ഞാൻ കേട്ടോ. എനിക്ക് എരിവിനോടും പുളിയിനോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. പിന്നെ എന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളും അവിടെ ആയതുകൊണ്ട് അവൾക്കും കൂടെ ഉള്ളത് കുറച്ച് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തെടുത്തു. പിന്നെ അവളായിട്ട് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളും അതും ഉണ്ടായിരുന്നു. വെയിറ്റ് അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇത്തവണ കൊണ്ടുവരാൻ പറ്റി കേട്ടോ. ഞങ്ങള് ഉത്രാടത്തിന്റെ അന്നാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്നല്ലേ നിന്റെ ഓണം എന്ന് ചോദിച്ചിട്ട് കുറെ പൂക്കളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മുകളില് കുറച്ച് പണികളൂടെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് താഴെ കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. ഞങ്ങൾ അതിനിടയിൽ പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് ഡ്രസ്സൊന്നും പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തലേ ദിവസം തന്നെ ഇരുന്നാണ് കേട്ടോ ചെയ്തത്. പിന്നെ ആന്റി അതിന്റെ ഇടയ്ക്ക് അവിടെ പോയിട്ട് കഴിക്കാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ചില്ലിയും കൂടെ ആക്കി തന്നിട്ടുണ്ടായിരുന്നേ. ഇത് ചിയാന്റിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ എപ്പോ വരുമ്പോൾ ഉണ്ടാക്കി തരാറുണ്ട്. ഇതിനും ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ കുറെ ദിവസം അത് ചീത്തയാവാതെ നിന്നോളും. ഇത് എന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ പാക്കൊക്കെ ചെയ്ത് ഓരോ പണിയിലൊക്കെ ആയിരുന്നു. പിന്നെ അപ്പത്തേനും ഞങ്ങളുടെ ഓണസദ്യ റെഡിയായി. ഉത്രാടാണെങ്കിലും ഞങ്ങള് തിരുവോണം പോലെ തന്നെയായിരുന്നു. എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഞാനൊന്നും കണ്ടില്ല സദ്യ ആക്കുന്നത്. ഞാനാണെങ്കിൽ പാക്കിങ്ങിന്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. പക്ഷെ എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഫിഷും ഒക്കെയുള്ള സദ്യയായിരുന്നു. ഞങ്ങളുടെ നാട്ടില് പൊതുവെ ഓണത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും നോൺ വെജ് ഐറ്റം ഉണ്ടാവാറുണ്ട്. അത് ചിക്കനോ ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക. അതേപോലെ ഈ തവണയും സദ്യയുടെ കൂടെ ഫിഷും പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാരും ചേർന്നിട്ട് വിളമ്പി സെറ്റാക്കി തന്നു. നമ്മൾ തിരിച്ചു പോകുന്ന ദിവസം നമുക്ക് എത്ര ടേസ്റ്റുള്ള ഫുഡ് തന്നാലും അതങ്ങോട്ട് ഇറങ്ങാൻ കുറച്ചൊരു പ്രയാസമായിരിക്കുമല്ലേ. എനിക്ക് അങ്ങനെയാണ്. ഇനി നാളെ ഞാൻ അവിടെ പോയിട്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഇന്ന് അങ്ങ് വാരി വലിച്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം കഴിക്കാൻ വേണ്ടി നോക്കി. നാളെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുത്തിയിരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാല് അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിശപ്പുണ്ടാവില്ല കേട്ടോ. എന്നാലും ഇരുന്ന് ആസ്വദിച്ച് സദ്യയൊക്കെ കഴിച്ച് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വേറെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത അമ്പലത്തിലൊക്കെ പോയിട്ട്. അത് ഇന്നലെ ആയിരുന്നു. അങ്ങനെ ഇന്ന് വീട്ടില് ഓണം ആഘോഷിച്ചിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 10 മണിക്കാണേ. കാലിക്കറ്റിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. ഇപ്പൊ ഞങ്ങളുള്ളത് കണ്ണൂരാണ്. അപ്പൊ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റേക്ക് ട്രെയിൻ വഴിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് പോയി നോക്കിയായിരുന്നു. ഇനിയിപ്പോ അടുത്ത വർഷമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങി. അർജുനാണ് ഏറ്റവും ലാസ്റ്റ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സമയം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തലശ്ശേരിക്ക് പോകണം, അവിടുന്ന് ട്രെയിൻ എടുക്കണം. അവിടുന്ന് ട്രെയിനിൽ കാലിക്കറ്റ് പോകും, പിന്നെ അവിടുന്ന് ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാരും ഞങ്ങളെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആന്റിയും മാമനും അച്ഛനും അമ്മയും എല്ലാരും. അങ്ങനെ ഇതാ എല്ലാരും റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി അർജു മാത്രം ഒന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട താമസം കൂടിയേ ഉള്ളൂ. സത്യം പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറേ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകുമ്പോ അത് എനിക്ക് കുറച്ച് ദിവസം എടുക്കും അവിടെ പോയിട്ട് നമ്മൾ അതൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി വരാൻ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി കേട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. ആന്റിയും അച്ഛനും അമ്മയും 2 അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് അവിടുന്ന് വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാല് ഇറങ്ങുമ്പോ എനിക്ക് വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങുമ്പോഴും ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതിപ്പോ ഞാൻ പണ്ട് ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. സാറ്റർഡേ സൺഡേ വീട്ടിൽ നിന്ന് മൺഡേ പോകുമ്പം എനിക്ക് അത് ഭയങ്കര വിഷമായിരുന്നു. ഞാനാണ് പിന്നെ കടലും കടന്ന് വേറൊരു രാജ്യത്ത് പോയി നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 4:20 ട്രെയിൻ വരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 3:40 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആന്റി ആയിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ട്രെയിൻ കയറി. അച്ഛനും അമ്മയും സെയിം ട്രെയിനിൽ തന്നെയായിരുന്നു. അവര് പക്ഷേ കൊയിലാണ്ടി ഇറങ്ങി. അവർക്ക് അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ കാലിക്കറ്റിലേക്ക് പോയി. പെട്ടെന്ന് എത്തി കേട്ടോ. ട്രെയിൻ എന്തോ വളരെ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങള് അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് അച്ഛനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് ഒരു മസാലക്ക ദോശയും കഴിച്ച് ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ UAE ടൈം ഏകദേശം ഒരു 1:15 ഒക്കെ ആയപ്പോ ഞങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്തു കേട്ടോ. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.